അവിടെ മഹിരാവണനെ കണ്ടുമുട്ടി. നല്ലതും കെട്ടതുമായ എല്ലാ രീതിയിലും അതിവൈദഗ്ധ്യവും ശക്തമായ സൈനിക സന്നാഹവുമുള്ള രാക്ഷസനെ പരാജയപ്പെടുത്തുകയെന്നത് അസാധ്യമായ ലക്ഷ്യമാണ്. അവരെ പരാജയപ്പെടുത്തുവാനുള്ള ഒരു മാർഗം അധികം വൈകാതെ ഹനുമാൻ കണ്ടെത്തി. 5 വ്യത്യസ്ത ദിശകളിൽ കത്തി നിൽക്കുന്ന 5 വിളക്കുകൾ ഒരേ സമയം ഊതിക്കെടുത്തുക എന്നതാണ് ആ ഭീകരന്റെ ദൗർബല്യം. 5 ദിശകളെ പ്രതിനിധീകരിക്കുന്ന 3 വിളക്കുകളിലായിരുന്നു മഹിരാവണന്റെ ജീവിതം. ഒരേ സമയം ഈ 5 വിളക്കുകളും അണയ്ക്കുകയും ചെയ്യണം. അതിന് 5 ദിശകളിലേക്കും ഒരേ നിമിഷം ഊതണം. ഒരേ സമയം 5 വ്യത്യസ്ത ദിശകളിൽ കത്തുന്ന 5 വിളക്കുകൾ അണയ്ക്കാൻ ഹനുമാൻ പഞ്ചമുഖി ഹനുമാന്റെ രൂപമെടുത്തു. ഹനുമാൻ ഹയഗ്രീവൻ, നരസിംഹൻ, ഗരുഡൻ, വരാഹം എന്നീ മുഖങ്ങൾ സ്വീകരിച്ചു. ഈ 5 മുഖങ്ങളിൽ ഹനുമാന്റെ മുഖം കിഴക്കിനെ അഭിമുഖീകരിച്ചു. ഈ മുഖത്തിന്റെ പ്രാധാന്യം പാപത്തിന്റെ എല്ലാ കളങ്കങ്ങളും നീക്കം ചെയ്യുകയും മനഃശുദ്ധി പ്രദാനം ചെയ്യുകയും ചെയ്യുന്നുവെന്നതാണ്. തെക്കിനെ അഭിമുഖീകരിക്കുന്നത് നരസിംഹത്തിന്റെ മുഖമാണ്. ഈ മുഖം ശത്രുഭയം അകറ്റുകയും വിജയം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് പ്രാധാന്യം. ദുഷ്ടനായ പിതാവ് ഹിരണ്യകശിപുവിൽ നിന്നും തന്റെ പ്രിയഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിക്കാൻ മഹാവിഷ്ണു സ്വീകരിച്ച സിംഹ മനുഷ്യ അവതാരമാണ് നരസിംഹം. പടിഞ്ഞാറ് ദിശയെ അഭിമുഖീകരിക്കുന്നത് ഗരുഡനാണ്. ഗരുഡ മുഖത്തിന്റെ പ്രാധാന്യം ദുർമന്ത്രവാദങ്ങൾ, മന്ത്രവാദ സ്വാധീനങ്ങൾ, നിഷേധാത്മക ആത്മാക്കൾ എന്നിവയെ അകറ്റുകയും ഒരാളുടെ ശരീരത്തിലെ എല്ലാ വിഷഫലങ്ങളും ഇല്ലാതാക്കുകയും ചെയ്യുന്നുവെന്നതാണ്. മഹാവിഷ്ണുവിന്റെ വാഹനമാണ് ഗരുഡൻ. ഈ പക്ഷിക്ക് മരണത്തിന്റെ രഹസ്യങ്ങളും അതിനപ്പുറവും അറിയാം. ഗരുഡന്റെ ഈ അറിവുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഗരുഡ പുരാണം. വടക്ക് ദിശയെ അഭിമുഖീകരിക്കുന്നത് വരാഹമാണ്. ഈ മുഖം ഗ്രഹങ്ങളുടെ മോശം സ്വാധീനം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ അകറ്റുകയും ഐശ്വര്യങ്ങളെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. മഹാവിഷ്ണുവിന്റെ തന്നെ ഭൂമിയെ സംരക്ഷിക്കുവാനായി അവതരിച്ച അവതാരമാണ് വരാഹം. മുകളിലെ ദിശയെ അഭിമുഖീകരിക്കുന്നത് ഹയഗ്രീവനാണ്. അറിവ്, വിജയം, നല്ല ഭാര്യ, സന്തതി എന്നിവയെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് ഹയഗ്രീവന്റെ മുഖത്തിന്റെ പ്രാധാന്യം.